ഒരുപാട് വികസന പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോഴും നിരവധി അഴിമതി ആരോപണങ്ങളും വിവാദങ്ങളും ഈ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. ഭരണകക്ഷി പാർട്ടിയിലെ ഒരുപാട് അംഗങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാക്കപ്പെട്ടു. ഇതുകൂടാതെ സ്വർണ്ണക്കടത്ത് കേസ്, ലൈഫ് മിഷനിലെ ആരോപണങ്ങൾ, പോലീസിനെതിരെയുള്ള ആരോപണങ്ങൾ തുടങ്ങിയവ സർക്കാരിന് തിരിച്ചടിയായി. നമ്മൾ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല പ്രമുഖ വ്യക്തികളെയും അറസ്റ്റ് ചെയ്യാൻ ആർജവം കാണിച്ചൊരു വകുപ്പായിരുന്നു ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത്. നിസ്സംശയം നമുക്ക് പറയാം, പ്രമുഖരായിട്ടുള്ള ദിലീപ്, അതുപോലെ തന്നെ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ പോലെയുള്ള വ്യക്തികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാനായിട്ട് ഈ ആഭ്യന്തര വകുപ്പിന് കഴിഞ്ഞു. അതേസമയം തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ തന്നെ ഒരുപാട് കുറ്റകൃത്യങ്ങളും അതുപോലെ തന്നെ കേസുകളും മർദ്ദനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് ആഭ്യന്തര വകുപ്പിന് ഒരു വീഴ്ച തന്നെയായിരുന്നു. ഇതുപോലെയുള്ള ഒരുപാട് ആരോപണങ്ങളും വിവാദങ്ങളും ഈ സർക്കാരിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ കേരളം വികസനത്തിലൂടെ മുന്നേറുമെന്ന് പറയുമ്പോഴും ഒരുപാട് ആരോപണങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയും ഈ സർക്കാരിന് മുമ്പിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട്. ചരിത്രപരമായ 10 വർഷങ്ങൾ പൂർത്തിയാക്കി ഈ സർക്കാർ പടിയിറങ്ങുമ്പോൾ നിങ്ങൾ ഈ സർക്കാരിനെ എങ്ങനെ വിലയിരുത്തുന്നു? നിങ്ങളുടെ അഭിപ്രായം കമന്റുകളായി രേഖപ്പെടുത്താം. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത ഗുണങ്ങളോ നേട്ടങ്ങളോ ദോഷങ്ങളോ കോട്ടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ സർക്കാരിനെ കുറിച്ചുള്ള പൊതുജന അഭിപ്രായം അറിയാനായിട്ട് നിങ്ങളിലേക്കും ഞങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ തുടർന്നുള്ള വീഡിയോകളും കാണുക. വരുന്ന വീഡിയോകൾക്കായിട്ട് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.